കയ്യിൽ കിട്ടിയാൽ വാക്കകത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല, വാക്കകത്ത് കൊണ്ടുവന്നാൽ ഉള്ളിലിറക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ മുത്തശ്ശിമാർ പറയാറുണ്ട്. ഇത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസിനാണ്. കപ്പിനും ചുണ്ടിനും ഇടയ്ക്കാണ് അവരുടെ കാര്യം ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്നത്. യാതൊരു കാര്യമില്ലാത്ത കാര്യമാണ്. സുധാകരനും അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ 2 പേർ സ്ഥാനാർത്ഥിത്വത്തിന് ആഗ്രഹിക്കുന്നു. അവരുമായി കൃത്യമായി ഇരുന്ന് ചർച്ച ചെയ്ത് അവരെ പ്രശ്നം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സീറ്റുകളിലേക്ക് ആളുകളെ കൊണ്ടുവരണ്ടേ. ഇപ്പോഴും ലിസ്റ്റ് പുറപ്പെടുവിച്ചിട്ടില്ല. ലിസ്റ്റ് ഇന്ന് ഇറങ്ങുമായിരിക്കാം. 5 സീറ്റുകൾ AICCക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ബാക്കി 95 സീറ്റുകളിൽ 90ഓളം സീറ്റുകളിൽ 2ാം ഘട്ടവും കൂടി ഇന്നും കൂടി ഇറങ്ങുമായിരിക്കാം. ഇതിനിടയിൽ എന്തിന് കോൺഗ്രസിനെ പറയുന്നത്? BJP പോലും അവസാന ലിസ്റ്റ് വന്നില്ലല്ലോ. ഇപ്പം ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുകയല്ലേ. തിരുവനന്തപുരം സെൻട്രൽ പോലുള്ള പല സീറ്റുകളും ഇങ്ങനെ ഉരുട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 സീറ്റ് ഇനിയും BJPയും പറയാനുണ്ട്. നമ്മുടെ കഥ അതല്ല. സുധാകരൻ BJPയിലേക്ക് ചെല്ലണമെന്ന് കണ്ണൂരിലെ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായിരുന്ന, നേരത്തെ മത്സരിക്കുകയൊക്കെ ചെയ്തിരുന്ന C. രഘുനാഥ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹമാണ് കണ്ണൂരിലെ BJPയുടെ സ്ഥാനാർത്ഥി. കെ സുധാകരന് ചെല്ലാൻ തീരുമാനിച്ചാൽ അദ്ദേഹം കണ്ണൂരിലേക്ക് സ്ഥാനാർത്ഥിത്വം ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് സുധാകരനെ മത്സരിപ്പിക്കാമെന്നാണ് പറയുന്നത്. അതൊരു ഓപ്ഷൻ. രണ്ടാമതൊരു ഓപ്ഷൻ സുധാകരൻ ആലോചിക്കുന്നത് പുതിയൊരു പാർട്ടി തന്നെ ഉണ്ടാക്കുക. പക്ഷെ പാർട്ടി ഉണ്ടാക്കിയ രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് സമയമെടുക്കും. എന്നിട്ട് സ്വതന്ത്രനായി മത്സരിക്കുക. സുധാകരൻ സൈലൻ്റ് ആകുമ്പോൾ, സ്വതന്ത്രനായി നിൽക്കുമ്പോൾ കണ്ണൂർ DCCയിലെ ഒത്തിരിയധികം പേർ രാജിവെക്കും. ദീപ്തി മേരി വർഗീസ് ഉണ്ട്. അവരിങ്ങനെ ആടി ഉളഞ്ഞ് നിൽക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്നറിയില്ല. എൽദോസ് കുന്നപ്പള്ളിയുണ്ട്. പലയിടത്തും പലരും നിൽക്കുന്നുണ്ട്. എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഇങ്ങനെ വടക്കോട്ട് തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥാനാർത്ഥി മോഹികൾക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാത്ത ഒരുപാട് പേരുണ്ട് ഇപ്രാവശ്യം. അത് പാറശാലയിൽ AT ജോർജ് വരെയുണ്ട്. ഇപ്പുറത്ത് വരുമ്പോൾ കാട്ടാക്കട വരുമ്പോൾ മലയങ്കഴി വേണുഗോപാലുണ്ട്. വാമനപുരം എടുക്കുമ്പോൾ സുധീർ ഷാ പാലോട് രമണി P. നായരുമുണ്ട്. നെടുമങ്ങാട് എടുക്കുമ്പോൾ BRM ഷെറീഫുണ്ട്. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എടുത്താൽ ഭൈമി കാമുകന്മാരായിട്ടും സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്ന് മോഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. അവരെല്ലാവരും ലതിക സുഭാഷിനെ പോലെ തലയ്ക്ക് മൊട്ടയടിക്കുകയോ KPCC ഓഫീസിൻ്റെ മുമ്പ് പോയി സമരം ചെയ്യുകയോ ചെയ്യണമെന്നില്ല. പക്ഷെ അവരിൽ കുറച്ച് പേരെങ്കിലും സുധാകരനോടൊപ്പം പോകുമോ? സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ? അതോ BJPയിലേക്ക് പോയി BJPയുടെ കൂടി ഒരു സപ്പോർട്ടോടുകൂടിയുള്ള സ്വതന്ത്രനാകുമോ? കാരണം ഒന്നും പറയാൻ പറ്റാത്ത കാര്യമാണ്. കാരശ്ശേരി മാഷിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നും തിരിയുന്നില്ല. മധുസൂദനെതിരെ പയ്യന്നൂരിൽ മത്സരിക്കുന്നത് കുഞ്ഞികൃഷ്ണനാണ്. ഇന്നലെ വരെ CPM ആയിരുന്നു. ഇന്നിപ്പോൾ RSPയുടെ സ്ഥാനാർത്ഥിയാണ്. തളിപ്പറമ്പിൽ മത്സരിക്കുന്ന TK ഗോവിന്ദനാണ്. ഇന്നലെ വരെ CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. കണ്ണൂരിലെ ജിഹു ആയിരുന്നു. ഒരുപക്ഷെ ശ്യാമള മത്സരിച്ചില്ലായിരുന്നെങ്കിൽ തളിപ്പറമ്പിൽ MP ഗോവിന്ദൻ കഴിഞ്ഞാൽ അടുത്ത TK ഗോവിന്ദനായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ അല്ല UDFൻ്റെ സപ്പോർട്ടോടുകൂടി അവിടെ മത്സരിക്കുന്നു. സുധാകരൻ UDFൻ്റെ സപ്പോർട്ടോടുകൂടി മത്സരിക്കുന്നു. CP ജോൺ പറഞ്ഞത് CP ജോൺ ഇപ്പോഴും അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം സുധാകരനെ പോലെയുള്ള ഒരാൾ CPMൽ നിന്ന് ഇറങ്ങി വന്ന് UDFൻ്റെ സപ്പോർട്ടോടുകൂടി മത്സരിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോഴും അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. എന്തായാലും കേരള രാഷ്ട്രീയം കലങ്ങി ഉരുണ്ട് മറിയുകയാണ്. അധികാരത്തോടുള്ള ആർത്തി കൊണ്ടാണോ, സ്ഥാനമാനങ്ങൾ കൊണ്ടാണോ, മന്ത്രിയാകാനുള്ള ഓട്ടമാണോ? എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ UDF വല്ലാതെ തിരിയുകയാണ്. പ്രശ്നങ്ങൾ LDFിലുമുണ്ട്, CPMലുമുണ്ട്. CPIയിലെ CC മുകുന്ദനാണ് നാട്ടികയിൽ BJPയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. രാജേന്ദ്രൻ, അതുപോലെ നമ്മുടെ രാജേന്ദ്രനാണ് കുമളിയിൽ, രാജേന്ദ്രനാണ് ദേവികുളത്ത് സ്ഥാനാർത്ഥി BJPയിൽ. കഴിഞ്ഞ ദിവസം വരെ CPMലുണ്ടായിരുന്ന ആളാണ്. ഐഷ പോറ്റി CPMലുണ്ടായിരുന്ന ആളാണ്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. കോൺഗ്രസിലുണ്ടായിരുന്ന രശ്മി BJPയുടെ സ്ഥാനാർത്ഥി. ഇപ്പോൾ സകല പാർട്ടികളിലും ആയാറാം ഗയാറാം പരിപാടിയാണ് നടക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും മൂർധന്യത്തിലെത്തി നിൽക്കുന്നത് സുധാകരൻ്റെ കേസാണ്. സുധാകരൻ ചെറിയ സിംഹമല്ല, ചെറിയ മീനല്ല. സുധാകരൻ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മിനിമം മലപ്പുറം, പിന്നെ അതിൻ്റെ താഴോട്ട് കുറവാണ്, ഒരു 3-4 ജില്ലകളിൽ, പ്രത്യേകിച്ച് കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, വയനാട്, ഇങ്ങനെ 3-4 ജില്ലകളിൽ ശക്തനാണ്. സുധാകരൻ്റെ ആളുകൾ ശക്തരാണ്.
സുധാകരൻ രാജിവെച്ചാൽ, സുധാകരൻ സൈലന്റ് ആയാൽ, സുധാകരൻ പുതിയ പാർട്ടി ഉണ്ടായാൽ, സുധാകരന് BJP പോയാൽ എത്ര പേരെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം അതൊരു വേറെ പാർട്ടിയാണ്. അതിലെത്ര പേരെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് അറിയത്തില്ല. പക്ഷേ സുധാകരൻ മത്സര രംഗത്ത് നിന്ന് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് സുധാകരൻ മത്സരിക്കുന്നില്ല എന്നാണ് മത്സരിക്കുവാൻ സീറ്റ് കൊടുക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത്. സുധാകരൻ ഗുഡ് ബൈ പറഞ്ഞ സാഹചര്യത്തിൽ പല നേതാക്കളും ഫോൺ വിളിച്ചപ്പോൾ ഗുഡ് ബൈ പറയുകയാണ്. രമേശ് ചെന്നിത്തല വിളിച്ചു, ഗുഡ് ബൈ പറഞ്ഞു. KC വേണുഗോപാൽ വിളിച്ചു, ഗുഡ് ബൈ പറയുന്നു. VD സതീശൻ വിളിച്ചിട്ട് ഗുഡ് ബൈ പറയുന്നു. ബാക്കിയുള്ള ആളുകൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ സുധാകരൻ അവിടെ ഡൽഹിയിൽ നദിയുടെ തീരത്തുള്ള ഗസ്റ്റ് ഹൗസിൽ ഉള്ളപ്പോൾ ഇപ്പോൾ അവസാനം ഒരു ന്യൂസ് കൂടി ഫ്ലാഷ് വരുന്നുണ്ട്. സുധാകരൻ മുന്നിൽ ഹൈക്കമാൻഡ് കീഴടങ്ങിയിരിക്കുന്നു. സുധാകരന് അവസരം കൊടുക്കുന്നു. കാരണം സുധാകരനെ പോലുള്ള ഒരാളിനെ കളയുന്നത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സുധാകരൻ മത്സരിക്കട്ടെ എന്ന്, സുധാകരൻ മന്ത്രിയായി മത്സരിച്ച് ജയിച്ച് UDFന് കിട്ടാവുന്നൊരു സാഹചര്യം കളയണ്ട എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണ്. ഇന്നലെ രാത്രി മല്ലികാർജുന ഖാർഗെ ഇന്നലെ രാത്രി വരെ പറഞ്ഞത് സുധാകരൻ മത്സരിക്കേണ്ടെന്നാണ്, ഒരു MP മത്സരിക്കേണ്ടെന്നാണ്. ഇന്ന് രാവിലെ 10 മണി വരെ 11 മണി വരെ ഒരു MP മത്സരിക്കേണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഡൽഹിയിലെ ഇന്ദിരാഭവനും AICC ഓഫീസുമൊക്കെ കറങ്ങുകയാണ്. രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുന ഖാർഗെയുടെയും വീടുകളും വസതികളും കേരള ഹൗസും അതുപോലെ തന്നെ അവിടുത്തെ ഹോസ്റ്റലുകളും ഈ ചേട്ടന്മാരെല്ലാം പോയി താമസിക്കുന്ന ഹോട്ടലുകളും വലിയ തോതിൽ രാത്രിയെ പകലാക്കി ചർച്ചകൾ നടക്കുകയാണ്. വീണ്ടും ഉദ്വേഗജനകമായ നിമിഷങ്ങളാണ്. ഒരു 2 മണിക്കൂറൂടെ കഴിയുമ്പോൾ നമുക്കറിയാം സുധാകരൻ BJP പോകുമോ, സ്വതന്ത്രനാകുമോ, പുതിയ പാർട്ടി ഉണ്ടാക്കുമോ, അതല്ല സുധാകരന് കീഴടങ്ങിക്കൊണ്ട് സുധാകരന് മാത്രമായൊരു ഇളവ് നൽകുമോ. ആ കെയർ ഓഫിൽ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ആംബുലൻസ് ഇടിച്ചു കയറി പോകുമ്പോൾ പിറകെ പോകുന്ന വാഹനം പോലെ സുധാകരൻ വെട്ടിത്തുറക്കുന്ന ആ പാതയിലൂടെ അടൂർ പ്രകാശ് കൂടി കയറി പോകുമോ എന്നുള്ള കാര്യം മണിക്കൂറുകൾക്കറിയാം. എന്തായാലും ഇന്നത്തെ പകൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം വലിയ ചൂടാണ്. കേരളത്തിനെ സംബന്ധിച്ചും കണ്ണൂരിനെ സംബന്ധിച്ചും വലിയ ചൂടാണ്. ഈ ചൂടിൽ മഞ്ഞുരുകുമോ അതോ വീണ്ടും പ്രശ്നങ്ങൾ ആയി വർദ്ധിക്കുമോ എന്നുള്ളത് ഏതാനും അകത്തറിയാം. ഇന്ന് ഉച്ച കൊണ്ട് മിക്കവാറും എല്ലാ സ്ഥാനാർത്ഥികളും ലിസ്റ്റ് പുറത്തു വരാൻ സാധ്യതയുണ്ട്. BJPയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവിട്ടാൽ ഉടൻ തന്നെ BJPയും സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവിടാനുള്ള സാധ്യതയുണ്ട്. ഇനി അവരിൽ 4-5 സീറ്റുകൾ മാത്രമേ BJPയിലുള്ളൂ. എന്തായാലും സുധാകരൻ ഫാക്ടർ കേരളത്തിൽ വലിയ എഫക്റ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്.